ഹായ് ഓൾ, ഇന്നത്തെ വിഷയം പൾപ്പ് സ്റ്റോൺസ് ആണ്. അതായത് പല്ലിനകത്ത് കാണപ്പെടുന്ന കല്ലിനെ പറ്റിയാണ്. ഇതിനെ ഡെൻറ്റിക്കിൾസ് എന്നും വിളിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും കിഡ്നി സ്റ്റോൺ, ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. പല്ലിനകത്തും സ്റ്റോൺസ് ഉണ്ടാകുക എന്നത് കുറേ പേർക്കെങ്കിലും പുതിയ ഒരു അറിവായിരിക്കും. പൾപ്പ് സ്റ്റോൺസ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നമുക്ക് പല്ലിൻ്റെ ഘടന ഒന്ന് അറിയാം. പല്ലിന് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്: ഇനാമൽ, ഡെൻറ്റിൻ, പൾപ്പ്, സിമൻറ്റ്. ആദ്യം ഇനാമലിനെ പറ്റി പറയാം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള പാർട്ടാണ് ഇനാമൽ. പല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണിത്. ഇനാമലിൽ ജീവകോശങ്ങൾ ഒന്നും തന്നെയില്ല. അടുത്തതാണ് ഡെൻറ്റിൻ. അതിൻ്റെ ഉൾഭാഗത്താണ് പൾപ്പ്. ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ പൾപ്പിനകത്ത് കാണപ്പെടുന്നു. അടുത്തതാണ് സിമൻറ്റം. ഇത് പല്ലിൻ്റെ വേരുഭാഗത്തെ കവർ ചെയ്യുന്നു. പൾപ്പ് സ്റ്റോൺസ് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇറിറ്റൻസ്, അതായത് പോഡ് അഥവാ കാരീസ്, അതുപോലെ തന്നെ ആഴത്തിലുള്ള ഫില്ലിങ്സ് ഒക്കെ ഉള്ള പല്ലുകളിൽ കാണപ്പെടാറുണ്ട്. പക്ഷേ പൾപ്പ് സ്റ്റോൺസ് രൂപപ്പെടാനുള്ള യഥാർത്ഥ കാരണം ഇതുവരെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടില്ല. പൾപ്പ് സ്റ്റോൺസിനെ അത് കാണപ്പെടുന്ന ലൊക്കേഷൻ, അതായത് സ്ഥലം അനുസരിച്ച് 3ആയി തിരിച്ചിട്ടുണ്ട്: ഫ്രീ പൾപ്പ് സ്റ്റോൺസ്, അറ്റാച്ച്ഡ് പൾപ്പ് സ്റ്റോൺസ്, എംബഡഡ് പൾപ്പ് സ്റ്റോൺസ്. പൾപ്പ് സ്റ്റോൺസ് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. അതായത് ഒരു പല്ലിനകത്ത് പൾപ്പ് സ്റ്റോൺ ഉണ്ടെന്ന് കരുതി അതിന് പ്രത്യേകിച്ച് പെയിനോ വേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റൂട്ട് കനാൽ ചികിത്സ അഥവാ വേര് ചികിത്സ ചെയ്യുമ്പോൾ പൾപ്പിനകത്തുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ പൾപ്പ് സ്റ്റോൺസും റിമൂവ് ചെയ്യാറുണ്ട്. അല്ലാത്ത പക്ഷം ഒരു നോർമൽ ടൂത്തിൽ, അതായത് ഹെൽത്തി ടൂത്തിൽ പൾപ്പ് സ്റ്റോൺ ഉണ്ടെന്ന് കരുതി അത് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾ ചികിത്സാർത്ഥം എക്സ്റേ ഒക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഹെൽത്തി ടൂത്തിൽ സ്റ്റോൺസ് ഉണ്ടെന്ന് കണ്ടാൽ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ റൂട്ട് കനാലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൾപ്പിനകത്തുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പോർഷൻസൊക്കെ റിമൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ പൾപ്പ് സ്റ്റോൺസും റിമൂവ് ചെയ്യാറുണ്ട്. മിക്കപ്പോഴും ഇങ്ങനെ റൂട്ട് കനാൽ ചെയ്യുന്ന അവസരത്തിൽ ഡെൻ്റൽ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് ഡെൻറ്റിസ്റ്റിന് വളരെ നല്ല രീതിയിൽ തലവേദന സൃഷ്ടിക്കാറുണ്ട്. ഈ കാണുന്നത് റൂട്ട് കനാൽ ചികിത്സ ചെയ്തപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത പൾപ്പ് സ്റ്റോൺ ആണ്. ഈ വീഡിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് നൽകി എന്ന് തോന്നുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്